പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നാഗേന്ദ്രന് ഈ ഒരു തോൽവി ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അനന്തമൂർത്തി എന്ന വൃദ്ധന്റെ ആ ഒരു മുഖം ഓർക്കുന്തോറും നാഗേന്ദ്രന്റെ ഞരമ്പുകളിൽ രക്തം തിളച്ചു. തന്നെ എല്ലാ അർത്ഥത്തിലും പൂട്ടിയിട്ടിരിക്കുകയാണ് ആ കഴിവൻ. പകയുള്ള പാമ്പിന്റെ പത്തിക്ക് തന്നെ നോക്കി അടിച്ചിരിക്കുന്നു. തന്റെ സാമ്രാജ്യവും സ്വാധീനവുമെല്ലാം തന്നെ ആ ഒറ്റയടിക്ക് മുന്നിൽ നിഷ്പ്രഭ പോലെയായി എന്നൊരു ആ ഒരു തോന്നൽ നാഗേന്ദ്രനെ വല്ലാതെ അലോസരപ്പെടുത്തി. പോരാത്തതിന് തന്റെ മകൾ അവന്തികയെ വിവാഹം കഴിക്കാൻ പോകുന്ന അനി ആ വീടിന്റെയും ബിസിനസിന്റെയും തലപ്പത്ത് നിന്നും താഴെ ഇറങ്ങിയിരിക്കുന്നു. മൂർത്തി ജ്വല്ലറിയുടെ എം ഡി എന്ന ആ വലിയ സ്ഥാനം അവൻ സ്വയം വലിച്ചെറിഞ്ഞിരിക്കുന്നു. പകരം ആ സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത് ആദർശാണ്, തന്റെ ഏറ്റവും വലിയ ശത്രു. താൻ വെറുക്കുന്ന തന്നെ വെല്ലുവിളിച്ച ആദർശ്. ഇല്ല, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് നാഗേന്ദ്രൻ പല്ലിറുമ്പിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് വാതിൽക്കൽ ഒരു കാൽപെരുമാറ്റം കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്നത് അഭിയായിരിക്കും, നാഗേന്ദ്രന്റെ സ്വന്തം മകൻ. അച്ഛന്റെ ദേഷ്യവും അസ്വസ്ഥതയും കണ്ടുകൊണ്ട് തന്നെ അഭി പകുതിയെ അകത്തേക്ക് കയറി വന്നു. അച്ഛാ, അഭി വിളിച്ചു. നാഗേന്ദ്രൻ രൂക്ഷമായി അവനെ നോക്കി. എന്താടാ നീയൊക്കെ ഇവിടെ നിൽക്കുന്നത്? നിനക്കറിയാമോ അവിടെ എന്താ നടക്കുന്നത് എന്ന്? എന്റെ മകൾ, നിന്റെ അനിയത്തി, അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആ എം ഡി സ്ഥാനം അവൻ ഉപേക്ഷിച്ചിരിക്കുന്നു. സ്വത്തുക്കളുടെ പകുതി അവകാശവും അവനുണ്ടായിരിക്കാം. പക്ഷേ ആദർശ് എന്ന ആ അഹങ്കാരി ആ കസേരയിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ നാഗേന്ദ്രന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്നതിന് തുല്യമാണ്. അഭി നാഗേന്ദ്രനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അടുത്തേക്ക് ചെന്നു. അച്ഛൻ വെറുതെ ടെൻഷനാവാതെ, അനിക്ക് സ്വത്തിൽ പകുതി അവകാശമുണ്ട്. എം ഡി സ്ഥാനം പോയാലും ആ വീട്ടിൽ പ്രധാനി അവൻ തന്നെയാണ്. ഒരിക്കലുമല്ല, നാഗേന്ദ്രൻ അലറി. ആദർശിന് ആ സ്ഥാനത്തിരിക്കാൻ യാതൊരുവിധ അവകാശവുമില്ല. എന്റെ മോളുടെ കണ്ണു നിറയാൻ ഈ നാഗേന്ദ്രൻ അനുവദിക്കില്ല. അവന്തിക മൂർത്തീശ്വരയുടെ എം ഡിയുടെ ഭാര്യയാണെന്ന് ആ വീട്ടിലേക്ക് കയറണം. അതിനായി എന്ത് വില കൊടുത്താലും ശരി. നാഗേന്ദ്രന്റെ ആ വാക്കുകൾ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റ് അഭിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഈ പക അവസാനിക്കാനൊന്നും പോകുന്നില്ല, ഇത് തുടങ്ങുന്നതേയുള്ളൂ. ഇതേ സമയം അനന്തപുരിയിലെ മറ്റൊരു മുറിയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. മുറിയുടെ ഒരു മൂലയിരുന്ന പഴയൊരു ചാരുകസേരയിൽ കണ്ണടച്ചിരിക്കുകയായിരുന്നു ജലജ. പുറത്തു വീശുന്ന തണുത്ത കാറ്റിന് അവളുടെ ഉള്ളിലെ ചൂടിനെ തണുപ്പിക്കാൻ കഴിഞ്ഞില്ല. കോടീശ്വരനായി നാഗേന്ദ്രൻ തിരികെ വന്നപ്പോഴും ജലജയുടെ മനസ്സിൽ അയാൾക്ക് ഒരു സ്ഥാനവുമില്ലായിരുന്നു. പണവും പ്രതാപവും കാണിച്ച് തന്നെ വീഴ്ത്താമെന്ന് നാഗേന്ദ്രൻ കരുതുന്നുണ്ടെങ്കിൽ അത് അയാളുടെ തോന്നൽ മാത്രമാണെന്ന് ജലജ ഉറച്ചു വിശ്വസിച്ചു. ഭൂതകാലത്തിന്റെ ഏതോ ഇരുണ്ട കോണുകളിൽ അയാൾ നൽകിയ മുറിവുകൾ ഇപ്പോഴും ജലജയുടെ മനസ്സിൽ ചോരയൊലിപ്പിച്ചു തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നിനി മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. അമ്മേ, അബിയുടെ വിളിക്കിട്ട് ജലജ ഞെട്ടിത്തിരിച്ച് കണ്ണുകൾ തുറന്നു. ചിന്തകളിൽ നിന്നും ഉണർന്ന അവളുടെ മുഖത്ത് നേരിയൊരു പരിഭ്രമം നേളിച്ചു. എന്താടാ? ജലജ ഗൗരവം വിടാതെ ചോദിച്ചു. അല്ലമ്മേ, അമ്മ എന്താ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? അമ്മ എന്താ ആലോചിച്ചിരിക്കുന്നത്? അച്ഛനോട് ചെയ്ത ചതിയെക്കുറിച്ച് ഓർത്തുകൊണ്ടാണോ? അഭി ചോദിച്ചു. ആ ചോദ്യം ജലജയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അവരവിടെ നിന്നും ചാടി എഴുന്നേറ്റു. ഞാൻ എന്ത് ചതി ചെയ്തു എന്നാണ് നീ ഈ പറയുന്നത്? ഞാൻ നിന്റെ അച്ഛനോട് ഒരു ചതിയും ചെയ്തിട്ടില്ല. അയാളാണ് നിങ്ങളോടും എന്നോടും സ്വന്തം മക്കളോട് പോലും ഈ ഒരു വലിയ ദ്രോഹം ചെയ്തത്. എന്നിട്ടിപ്പോ വലിയ കോടീശ്വരനായി തെളിഞ്ഞു വന്ന പഴയതെല്ലാം മറന്നുപോകുമെന്നാണോ നീ കരുതുന്നത്? എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്കെന്ന് ശരിയാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അഭി തെല്ലൊന്നു പരിങ്ങി. അല്ലമ്മേ, അച്ഛൻ്റെ മനസ്സിൽ അമ്മയോട് ഭയങ്കര പകയുണ്ടെന്ന് എനിക്കറിയാം. അമ്മ ചെയ്തതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. അമ്മ ശരിക്കും അച്ഛൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ജലജയുടെ മുഖത്ത് പെട്ടെന്ന് തന്നെ ഭയവും സങ്കടവും ദേഷ്യമൊക്കെ ഒരുമിച്ച് വന്നു നിറഞ്ഞു. പഴയ ഓർമ്മകൾ ഒരു തിരമാല പോലെ തന്നെ അവരുടെ മനസ്സിലേക്ക് അടിച്ചു കയറി. അത്രമാത്രം ഭയാനകമായ എന്തോ ഒന്ന് അവരുടെ ഭൂതകാലത്തിലുണ്ട്. പക്ഷേ അത് പുറത്തു പറയാനൊന്നും അവർ തയ്യാറായില്ല. എടാ, ഞാൻ അയാളോടൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വിഷപ്പാമ്പിന്റെ മുഖമുള്ള മനുഷ്യനെ ഞാൻ ദ്രോഹിച്ചു എന്നാണോ നീ പറയുന്നത്? നീ എന്തൊക്കെയാ പറയുന്നത്? ജലജ ശബ്ദമുയർത്തി. അഭി സംശയത്തോടെ അമ്മയെ നോക്കി. ഹാ, അങ്ങനെയായിരിക്കും. ജലജ അഭിയുടെ അടുത്തേക്ക് വന്നു. അവന്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ തറപ്പിച്ചു. എന്നിട്ട് നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. എന്താടാ, നീ അയാളുടെ അടുത്തേക്ക് പോയോ? നീ അയാളെ പോയി കണ്ടിട്ടുണ്ടാവുമല്ലേ? അഭി വേഗം തന്നെ തലയാട്ടി. ഏയ്, ഞാൻ അച്ഛനെ പോയി കണ്ടിട്ടൊന്നുമില്ല. അയാൾ ഇനി ജ്വല്ലറിയുടെ എം ഡി ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്കെന്താ? എന്നോടും എൻ്റെ അനുജത്തിയോടും ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ മറന്നിട്ടില്ലാമേ. അയാളുടെ അടുത്തേക്ക് പോയി നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല, എത്ര വലിയ പണക്കാരനായാലും. ജലജ അവനെ പുച്ഛത്തോടെ നോക്കി. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അഭി. നീയാണ് പണം കണ്ട ആദ്യം വീഴാൻ പോകുന്നത് നീയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ അയാളുടെ കൂടെ കൂടുന്നുണ്ടെങ്കിൽ പിന്നെ ഈ അമ്മയെ നീ ജീവനോടെ കാണില്ല. നിങ്ങൾ 2 മക്കളുമുണ്ടല്ലോ എന്ന ഒറ്റ ഓർമ്മയിലാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അഭിക്ക് അമ്മയുടെ വാക്കുകളിലെ ഗൗരവം മനസ്സിലായി. അവൻ വിഷയം മാറ്റാൻ ശ്രമിച്ചു. അല്ലമ്മേ, അമ്മയ്ക്ക് ഇപ്പോഴും അച്ഛനോട് ഇത്രമാത്രം ദേഷ്യമൊക്കെ വേണോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അച്ഛൻ്റെ ഭാഗത്തേക്ക് മാറുന്നതല്ലേ നല്ലത്? കോടികളുടെ സ്വത്തിലെ അച്ഛൻ്റെ കയ്യിൽ അതെല്ലാം നമുക്ക് സ്വന്തമാക്കാമല്ലോ. ദേ, മിണ്ടരുത് നീ, ജലജ അലറി. ഇനി ഒരിക്കലും അയാളുടെ പേര് എൻ്റെ മുന്നിൽ നീ പറഞ്ഞു പോവരുത്. കോടികളുടെ സ്വത്തല്ല ഈ ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും അയാളുടെ കൂടെ പോവാനൊന്നും ഈ ജലജ തയ്യാറാവില്ല.
അബി അന്നേരം അത്ഭുതത്തോട് ചോദിച്ചു, എന്താമേ അത്രക്കൊരു ശത്രുത? എത്ര വലിയ പ്രശ്നമായാലും അതൊക്കെയൊന്ന് പറഞ്ഞു തീർത്തൂടെ? ഇപ്പൊ അച്ഛൻ വലിയ നിലയിലല്ലേ? എത്ര വലിയ നിലയിലായാലും ശരി അയാൾ അംഗീകരിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഇതെന്റെ അവസാനത്തെ തീരുമാനമാണെന്ന് ജലജ തറപ്പിച്ചു പറഞ്ഞു. അബി മറുപടിയൊന്നും പറയാനാവാതെ അവിടെ നിന്ന് നടന്നു. അവന്റെ മനസ്സിൽ പല ചിന്തകളും ഓടിക്കളിച്ചു. അമ്മ എന്തിനാ ഇങ്ങനൊരു ഇരട്ടത്താപ്പിൽ നിൽക്കുന്നത്? അച്ഛന്റെ കയ്യിൽ ഇത്രയും പണമുണ്ടായിട്ടും അമ്മ അത് വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ വലിയ രഹസ്യമുണ്ട്. അതെന്തൊക്കെയാന്ന് അച്ഛനും അമ്മയ്ക്കും ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. അബി ഉള്ളിലിങ്ങനെ കരുതി. ഇതേ സമയം അവന്തിക പൂന്തോട്ടത്തിലെ അക്ഷമയോടിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ദേഷ്യവും നിരാശയും പ്രകടമായിരുന്നു. അപ്പോഴാണ് അബി വരുന്നത്. എന്താടി നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അബി ചോദിച്ചു. അവന്തിക അവനെ കണ്ട ഉടനെ തന്നെ അങ്ങ് പൊട്ടിത്തെറിച്ചു. ആ പൊട്ടനാനി, അവൻ ആ MD സ്ഥാനം സ്വയം അങ്ങ് ഒഴിഞ്ഞു കൊടുത്തു. ആദർശിനെ ആ സ്ഥാനത്തേക്ക് കയറ്റാനുള്ള ചടങ്ങ് അത് നടക്കാൻ പോവാണ് ഇനി ഇവിടെ. ഇതെന്തൊരു കഷ്ടാബിയേട്ടാ. എന്തായാലും ആ അനിയേട്ടനെ തന്നെ വിവാഹം കഴിക്കാനാണ് എൻ്റെ തീരുമാനം. അബി ചിരിച്ചുകൊണ്ട് അവളുടെ തോളിലിങ്ങ് തട്ടി. ശരിയാ, നീ അവനെ വിട്ടുകളയരുത്. അനന്തപുരിയുടെ സ്വത്തുക്കളുടെ പകുതി ഇപ്പോഴും അവൻ്റെ പേരിലേക്ക് തന്നെയായിരിക്കും. അത് മുഴുവൻ കൈക്കലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അച്ഛനും നമ്മളോട് അത് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്ത് സംഭവിച്ചാലും ആ വിവാഹം നടക്കണം. അവന്തിക സങ്കടത്തോടെ പറഞ്ഞു. എന്ത് നടക്കാനാബിയേട്ടാ? അനിയേട്ടൻ്റെ മനസ്സിൽ മുഴുവൻ ആ നന്ദുവാണ്. ഞാൻ എന്ത് ചോദിച്ചാലും എന്നോടിപ്പോൾ കട്ടക്കലിപ്പിലാണ്. എനിക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, അബിയേട്ടൻ അച്ഛനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? അബി ചുറ്റുമൊന്ന് നോക്കിയിട്ട് രഹസ്യം പറയുന്നത് പോലെ പറഞ്ഞു. ഞാൻ അച്ഛനെ കണ്ടിരുന്നു. അനി MD സ്ഥാനം ഒഴിഞ്ഞ കാര്യങ്ങളും ആദർശ സ്ഥാനത്തേക്ക് വരുന്ന കാര്യമൊക്കെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അതിന് ഭയങ്കര ദേഷ്യത്തിലാ. നിന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അച്ഛന് നല്ല ടെൻഷനുണ്ട്. പക്ഷേ ഞാൻ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. എടുത്തു ചാടി ഇപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കേണ്ട. തൽക്കാലം ഈ വിവാഹം നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്വത്തുക്കളിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട മോളെ. നിന്റെ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് മാത്രം ഇപ്പം നീ ആലോചിച്ചാൽ മതി. അത് കേട്ടപ്പോൾ അവന്തികയുടെ മുഖത്ത് ചെറിയൊരു ആശ്വാസം വിരിഞ്ഞു. പണത്തിനും അധികാരത്തിനും വേണ്ടി ഏതറ്റം വരെയും പോവാനൊക്കെ അവർ തയ്യാറായിരുന്നു. ഇതേ സമയം അനന്തപുരിയിൽ നിന്നും വലിയൊരു ആഘോഷത്തിന്റെ അന്തരീക്ഷമാണ് കാണിക്കുന്നത്. മുത്തശ്ശൻ എല്ലാവരെയും ഹാളിലേക്ക് വലിച്ചുകൂട്ടി. ആദർശും നയനയും തിരികെ വന്നതിന്റെ സന്തോഷം ആ വീടാകെ നിറഞ്ഞു നിന്നു. മുത്തശ്ശൻ എല്ലാവരെയും നോക്കി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ഞാനൊരു പൂജ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നയനമോളും ആദർശവും ഈ വീട്ടിൽ നിന്നും പോയിട്ട് ഒരുപാട് നാളായി. ഈ കുടുംബത്തിൽ മറിഞ്ഞിരുന്ന് നമ്മളെ ചതിച്ചു കൊണ്ടിരുന്ന ആ വലിയ വിഷപ്പാമ്പിനെ അവർ ഇല്ലാതാക്കിയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. കുറെ അധിക ദോഷങ്ങൾ ഈ കുടുംബത്തിൽ ഇപ്പോഴുമുണ്ട്. അതൊക്കെ മാറാൻ വലിയൊരു പൂജ തന്നെ ഇവിടെ നടത്തണം. അദ്ദേഹം നയനയുടെ നേരെ തിരിഞ്ഞ് സ്നേഹത്തോടുകൂടെ പറഞ്ഞു. നയനമോളെ, നീ തന്നെയായിരിക്കും ഈ പൂജയ്ക്ക് നേതൃത്വം വഹിക്കേണ്ടത്. നിനക്കും നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു പൂജ നടത്തുന്നത്. ഇത് കേട്ട് ജലജയുടെയും അവന്തികയുടെയും മുഖം അങ്ങ് മങ്ങി. ജലജയ്ക്ക് തന്റെ നീരസം മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അതെന്താ അച്ഛാ അങ്ങനെ പറയുന്നത്? ജലജ ഇടപെട്ടു. നയന ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായില്ലേ? അവൾക്ക് വേണ്ടി ഇതിനു മുൻപും പല പൂജകളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അവന്തിക മോളുടെ വിവാഹ നിശ്ചയം വിവാഹമൊക്കെ അല്ലേ നടക്കാൻ പോകുന്നത്. അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പൂജ നടത്താൻ അച്ഛന് തോന്നുന്നില്ലേ? മുത്തശ്ശൻ തെല്ലൊരു ഗൗരവത്തോടെ ജലജയെ നോക്കി. അതെന്താ ജലജയെ നീ അങ്ങനെ പറയുന്നത്? അവന്തിക മോളും ഈ വീട്ടിലെ കുട്ടി തന്നെ. അവൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ പൂജകളൊക്കെ. അവളുടെ വിവാഹ നിശ്ചയം വരുന്നതല്ലേ ഉള്ളൂ. അതിനുള്ള സമയമാകുമ്പോൾ അതെല്ലാം ചെയ്യാം. ഇപ്പോൾ ആദർശമോനും നയനമോളും ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതല്ലേ. അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പൂജ നടക്കുന്നത്. മുത്തശ്ശന്റെ ആ ഒരു തീരുമാനം എതിർക്കാൻ ആർക്കും കഴിയില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ജലജ നിശബ്ദയായി. പക്ഷേ അവരുടെ കണ്ണുകളിൽ അസൂയ എരിയുന്നുണ്ടായിരുന്നു. ഇതേ സമയം അനന്തപുരിയിലെ ആഘോഷങ്ങൾക്കിടയിലും അനിയുടെ മുറിയിൽ ഇരുട്ട് മാത്രമായിരുന്നു. കട്ടിലിൽ തലക്ക് കൈകൊടുത്തിരിക്കുന്ന അനിയുടെ മനസ്സിലേക്ക് ആകെ ഒരു ശൂന്യതയായിരുന്നു. വിവാഹ നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ താഴെ തകൃതിയായി നടക്കുമ്പോഴും അവന്റെ മനസ്സിൽ നന്ദു മാത്രമായിരുന്നു. ആത്മാർത്ഥമായി സ്നേഹിച്ച പെൺകുട്ടി അവളെ സ്വന്തമാക്കാൻ കഴിയാത്തതിന്റെ വേദനയിൽ നീറുകയായിരുന്നു അനി. പെട്ടെന്നാണ് വാതിൽക്കൽ ഒരു മുട്ട് കേട്ടത്. വാതിൽ തുറന്നു നോക്കുമ്പോൾ അവന്തിക ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. അനിയേട്ടാ, അവൾ മധുരമായൊന്ന് വിളിച്ചു. പൂജയുടെ സമയമായിരിക്കുന്നു. എന്നിട്ടും എന്താ അനിയേട്ടൻ താഴേക്ക് വരാത്തത്? അനി അവളെ ഒരു നോട്ടം മാത്രം നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു. അതിന് ഞാൻ എന്തിനാടി താഴേക്ക് വരുന്നത്? സമയമാകുമ്പോൾ ഞാൻ വന്നോളാം, നീ അങ്ങോട്ടേക്ക് ചെല്ലേ. അവന്തിക വീണ്ടും അടുത്തേക്ക് വന്നു. അതല്ല അനിയേട്ടാ, നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മുടെ വിവാഹത്തിന് മുൻപുള്ള പൂജയല്ലേ ഇത്? സത്യം പറഞ്ഞാൽ മുത്തശ്ശൻ ഇത് നയനേട്ടത്തിക്കും ആദർശേട്ടനും വേണ്ടിയിട്ട് ചെയ്യുന്നത് എങ്കിലും അത് നമുക്കും കൂടി വേണ്ടിയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് അനിയേട്ടൻ എൻ്റെ കൂടെ വരണം. ആ വാക്കുകൾ അനിയുടെ നിയന്ത്രണം തെറ്റിച്ചു. അവൻ കട്ടിൽ നിന്നങ്ങ് ചാടി എഴുന്നേറ്റു. എന്താ അവന്തികെ നിന്റെ ഉദ്ദേശം? അനി ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കരുത് എന്ന്. നമ്മുടെ വിവാഹം നടക്കുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നത്? അവന്തിക സങ്കടം നടിച്ചു. അതെന്താ അനിയേട്ടാ അങ്ങനെ പറയുന്നത്? വിവാഹ നിശ്ചയം മുത്തശ്ശൻ തന്നെയല്ലേ ഉറപ്പിച്ചു വെച്ചത്? മുത്തശ്ശൻ ഉറപ്പിച്ചു വെച്ചെങ്കിലും ഞാൻ അതിന് പൂർണ്ണ സമ്മതമൊന്നും മൂളിയിട്ടില്ല. അനി പൊട്ടിത്തെറിച്ചു. പിന്നെ നീ അനാമികയുടെ കാര്യം ചിന്തിച്ചോ? ഞാനും അനാമികയും തമ്മിലുള്ള ഡിവേഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ നിന്നെ എങ്ങനെ വിവാഹം കഴിക്കാനാ?
അതൊക്കെ മുത്തശ്ശൻ റെഡിയാക്കിക്കോളും അനിയേട്ടാ. മുത്തശ്ശൻ ഒന്നും കാണാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അവൾ നിർബന്ധം പിടിച്ചു. അനി അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. മുത്തശ്ശൻ ഒന്നും കാണാതെ ചെയ്യില്ലായിരിക്കും. പക്ഷേ നീ ഒന്ന് ചിന്തിക്ക്. നമ്മുടെ ജീവിതം ശരിയാവാനൊന്നും പോകുന്നില്ല. നീ ഇപ്പോഴും ഞാൻ എം ഡി ആണെന്നുള്ള അഹങ്കാരത്തിലാണോ? ആദർശേട്ടൻ ആ സ്ഥാനത്തേക്ക് വരികയാണ്. ഞാനിപ്പോൾ വെറും ഒരു സാധാരണക്കാരനാണ്. നിനക്ക് എന്നേക്കാളും നല്ല പയ്യന്മാരെ കിട്ടും. ഞാൻ രണ്ടാം കെട്ടുകാരനാ. അതെന്താ നീ ഓർക്കാത്തത്? അവന്തികയുടെ മുഖത്ത് ചെറിയൊരു മാറ്റം വന്നു. മറ്റാരേക്കാളും എനിക്ക് അനിയേട്ടനെ നന്നായിട്ട് അറിയാം. വീട്ടിലുള്ള എല്ലാവരുടെയും ആഗ്രഹമല്ലേ നമ്മുടെ ഈ ഒരു വിവാഹം. എല്ലാവരുടെയും ആഗ്രഹം നടക്കട്ടെ. എൻ്റെ ആഗ്രഹം മാത്രം നടക്കണ്ടല്ലേ? അനി ചോദിച്ചു. അനിയേട്ടൻ്റെ ആഗ്രഹം ആ നന്ദുവിനോടൊപ്പം ജീവിക്കണമെന്നാണോ? അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അവന്തിക ദേഷ്യത്തോടെ ചോദിച്ചു. മിണ്ടരുത് നീ, അനി അലറി. നന്ദു ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ വിവാഹം നടത്തിത്തരാൻ ഇവിടെ ആർക്കും സൗകര്യമില്ല. അതുകൊണ്ട് നീ ആ കാര്യം ഇവിടെ പറയണ്ട. ഞാൻ നന്ദുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ നിന്നെ ഞാൻ വിവാഹം കഴിക്കില്ല. ഇറങ്ങി പോടി പുറത്ത്. അനി ദേഷ്യത്തോടെ അവളെ പിടിച്ച് മുറിക്കങ്ങ് പുറത്തേക്ക് തള്ളി വാതിലടച്ചു. അവന്തിക നില തെറ്റിയങ്ങ് പുറത്തേക്ക് വീഴാണ്. പുറത്തേക്ക് വീണ അവന്തികയെ കണ്ട് അഭി അങ്ങോട്ടേക്ക് ഓടിയെത്തി. അവൻ അവളെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്തടി അവൻ നിന്നോട് ദേഷ്യപ്പെട്ടോ? അഭി ചോദിച്ചു. അവന്തിക കരച്ചിലിന്റെ വക്കിലായിരുന്നു. ദേഷ്യപ്പെട്ടുക മാത്രമല്ല, എന്നെ അവൻ പിടിച്ച് മുറിയിൽ നിന്നും പുറത്തേക്ക് തള്ളി. അയാൾക്ക് ആ നന്ദുവിനെ മതിയത്രേ. അഭി അവളെ സമാധാനിപ്പിച്ചു. അവന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദു തന്നെയാ. പക്ഷേ മുത്തശ്ശൻ തീരുമാനിച്ച ഈ ഒരു വിവാഹം നടക്കുക തന്നെ ചെയ്യും. നീ കുറച്ചൊന്ന് ക്ഷമിക്ക്. ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. അവൻ ഭയങ്കര ലോലഹൃദയനാ. നീ അവനോട് പോയിട്ട് പറയണം നിനക്കും ഈ വിവാഹത്തിനൊട്ടും താല്പര്യമില്ല എന്ന്. ഇത് മുത്തശ്ശന്റെ നിർബന്ധം കാരണമാണെന്നും നിശ്ചയം കഴിഞ്ഞ ഉടനെ തന്നെ നീ അയർലൻഡിലേക്ക് തിരിച്ചു പോകുമെന്നും അവനോട് നീ പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ അവൻ ഈ നിശ്ചയത്തിന് സമ്മതിക്കും. പിന്നെ അനാമിക ഒഴിവാക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പണം കൊടുത്താൽ അവൾ അങ്ങ് ഒഴിഞ്ഞു പോയിക്കോളും. അവന്തിക ചിന്തയോടുകൂടെ തലയാട്ടി. ശരി, ഞാൻ അങ്ങനെ ചെയ്യാം അഭിയേട്ടാ. അവൾ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ജാനകി അവളെ കണ്ടു. എന്താ മോളെ അവന്തികെ, അനി താഴേക്ക് വരുന്നില്ലേ? അവന്തിക വീണ്ടും സങ്കടം നടിച്ചു. ഇല്ലേ ഇളയമേ? ഇല്ല അപ്പച്ചി. ഞാൻ വിളിക്കാൻ ചെന്നപ്പോഴേക്കും അനിയേട്ടൻ എന്നെ ചീത്ത പറഞ്ഞ് പുറത്താക്കി. അനിയേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുവാണെന്നാ തോന്നുന്നത്. ജാനകി അവളെ ആശ്വസിപ്പിച്ചു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. നീ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ അവനോട് സംസാരിക്കാം. ജാനകി നേരെ അനിയുടെ മുറിയിലേക്ക് എത്തി വാതിൽ മുട്ടി. അനി വാതിൽ തുറന്നപ്പോൾ അവൾ ചോദിച്ചു. നീ എന്താടാ ആ കുട്ടിയോട് മോശമായി പെരുമാറുന്നത്? അവൾ നിന്നെ വിളിക്കാൻ വന്നതല്ലേ? അനി ദേഷ്യത്തോടു കൂടെ മറുപടി നൽകി. എന്ത് കൊച്ചുകുട്ടിയാണോ അമ്മ അവള്? അവൾ വിദേശത്ത് പോയി പഠിച്ചവളല്ലേ. അവൾക്ക് കുറച്ചെങ്കിലും ഒന്ന് പക്വത വേണ്ടേ? ഞാൻ പലവട്ടം പറഞ്ഞു എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന്. എന്നിട്ടും എന്തിനാ അവൾ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എനിക്ക് എം ഡി സ്ഥാനമൊന്നും ഇല്ലാറിഞ്ഞിട്ടും അവൾ എന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നടക്കുകയാണ് എൻ്റെ പിന്നാലെ. എന്തൊക്കെയോ രഹസ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാ അവളുടെ ഈ ഒരു പെരുമാറ്റം. എനിക്ക് അവളെ വിശ്വാസമില്ല. ദേ മിണ്ടരുത് നീ, ജാനകി അവനെ ശാസിച്ചു. അവന്റെ ഒരു പാവം പെൺകുട്ടിയാ. ജലജയുടെയോ നാഗേന്ദ്രന്റെ സ്വഭാവമൊന്നും അവൾക്കില്ല. അതറിഞ്ഞിട്ടല്ലേ മുത്തശ്ശൻ ഈ ഒരു തീരുമാനമെടുത്തത്. നാഗേന്ദ്രനുമായി അവൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ജാനകി ദേഷ്യത്തോടെ പറഞ്ഞിറങ്ങിപ്പോയി. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം അവന്തിക വീണ്ടും അനിയുടെ മുറിയിലേക്കെത്തി. അനി ദേഷ്യപ്പെടാനൊരുങ്ങുന്നതിന് മുൻപേ തന്നെ അവൾ പറഞ്ഞു. അനിയേട്ടന്റെ മനസ്സിൽ നന്ദുവാണെന്ന് എനിക്കറിയാം. ഈ വിവാഹം നടക്കില്ല എന്നും ഈ വിവാഹത്തിനിപ്പോൾ എനിക്കും ഒട്ടും താല്പര്യമില്ല. പക്ഷേ മുത്തശ്ശന്റെ തീരുമാനമായത് കൊണ്ട് തന്നെ ആരും ഇതിനെ എതിർക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിശ്ചയം ഏതായാലും നടക്കട്ടെ. വിവാഹത്തിന് മുൻപ് തന്നെ ഞാൻ അയർലൻഡിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളാം. അവിടെ വെച്ച് ഞാൻ വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചോളാം. അപ്പോൾ ഈ വിവാഹം മുടങ്ങും. പക്ഷേ ഇപ്പോൾ വിവാഹ നിശ്ചയം മുടങ്ങാനും പാടില്ല. ഇതൊരു നാടകം മാത്രമായി കണ്ടാൽ മതി. അവന്തികയുടെ അഭിനയത്തിൽ അനി അങ്ങ് വീണുപോവാണ്. അവൻ സംശയത്തോടെ ചോദിച്ചു. നിന്റെ വാക്കുകൾ ശരിക്കും എനിക്ക് വിശ്വസിക്കാമോ എന്ന്? തീർച്ചയായിട്ടും വിശ്വസിക്കാം അനിയേട്ടാ. അവൾ ഉറപ്പ് കൊടുത്തു. ശരി, എങ്കിൽ വിവാഹ നിശ്ചയം നടക്കട്ടെ. ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഈ വിവാഹം നടക്കില്ല, അനി പറഞ്ഞു. എന്നാൽ തൻ്റെ തന്ത്രം വിജയിച്ച സന്തോഷത്തിൽ അവന്തിക അവിടെ നിന്നും മടങ്ങി. ഇതേ സമയം നാഗേന്ദ്രനെ കാണിക്കുന്നത് മേശയ്ക്ക് ചുറ്റുമായിട്ട് നാഗേന്ദ്രനും അദ്ബിയും ഡേവിഡും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. നാഗേന്ദ്രൻ ഒരു സിഗരറ്റ് കൂടി പുകച്ചുകൊണ്ട് ചോദിച്ചു. വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി അബി എന്ന്? എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടച്ചാ. ഇനിയും അവന്തികയും അനിയും തമ്മിലുള്ള ആ ഒരു നിശ്ചയം ഉറപ്പായിരിക്കുന്നു. അവർ തമ്മിലുള്ള നിശ്ചയം ഉറപ്പായി. എന്നെയും അമ്മയും അവിടെ നിന്നും അടുപ്പിക്കുന്നില്ലെങ്കിലും അവന്തിക എല്ലാവരുടെയും വിശ്വാസം പിടിച്ചു പറ്റിയത് കൊണ്ട് തന്നെ എല്ലാം അവൾ നോക്കി നടത്തുന്നുണ്ട്, അഭി അഭിമാനത്തോടെ പറഞ്ഞു. നാഗേന്ദ്രൻ ഉറക്കെ അങ്ങ് ചിരിച്ചു. അതാണ് എൻ്റെ മോള്. അവൾ എൻ്റെ കൂടെ നിന്നിട്ടും കുടുംബത്തിന്റെ മുഴുവൻ സ്നേഹവും വിശ്വാസവും നേടിയെടുത്തില്ലേ. പക്ഷേ എനിക്കിപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. അനി മൂർത്തീശ്വരരുടെ എം ഡി ആയിരിക്കുന്നത് കൊണ്ടാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇപ്പോൾ ആദർശ സ്ഥാനത്തേക്ക് വന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മരുമകൻ തന്നെയായിരിക്കണം അവിടുത്തെ എം ഡി. അഭി നിരാശയോടെ പറഞ്ഞു. അതൊന്നും നടക്കുന്ന കാര്യമല്ലച്ചാ. ആദർശന് മാത്രമേ മുത്തശ്ശൻ ആ സ്ഥാനത്തിരുത്തത്തുള്ളൂ. നാഗേന്ദ്രന്റെ കണ്ണുകളിൽ ക്രൂരമായൊരു ചിരി വിരിഞ്ഞു. ആദർശ് ഇല്ലാതായ പിന്നെ ആരായിരിക്കും എം ഡി?
അഭി ഞെട്ടലോടുകൂടെ അച്ഛനെ നോക്കി. ആദർശ് ഇല്ലാതായാലോ? അങ്ങനെയാണെങ്കിൽ അനി തന്നെയായിരിക്കും. ആ അതൊക്കെ തന്നെ. നാഗേന്ദ്രൻ മേശപ്പുറത്തങ്ങ് ആഞ്ഞടിച്ചു. അവനെ നമ്മളങ്ങ് ഇല്ലാതാക്കണം. ദുബായിൽ വെച്ച് അവൻ എൻ്റെ കയ്യിൽ നിന്നും കഷ്ടിച്ചങ്ങ് രക്ഷപ്പെട്ടതാണ്. അന്ന് അനന്തമൂർത്തിയുടെ ബുദ്ധി കൊണ്ടാ അവൻ ജയിലിൽ പോവാതിരുന്നത്. പക്ഷേ ഇത്തവണ അവൻ രക്ഷപ്പെടില്ല. ആദർശിനെ കൊന്ന MD സ്ഥാനം മാത്രമല്ല, ആ കുടുംബത്തിലെ സകല അധികാരങ്ങളും അനിയുടെ, അതായത് എൻ്റെ മകളുടെ കയ്യിലേക്ക് വരും. എൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ ഇല്ലാതാക്കുക എന്നതും എൻ്റെ ലക്ഷ്യം തന്നെയാണ്. അഭി കുറച്ചുനേരം മൗനമായിരുന്നതിന് ശേഷം ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അത് നല്ലൊരു ഐഡിയ ആണല്ലോ അച്ഛാ. ആദർശിനെ ഇല്ലാതാക്കിയ ഞാൻ അച്ഛൻ്റെ കൂടെയുണ്ട്. ആ ഒരു കർമ്മം ഉടനെ തന്നെ നടപ്പിലാക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നാഗേന്ദ്രനും അഭിയും പരസ്പരം നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അവരുടെ ആ ഒരു ചിരിയിൽ ആദർശിനെ മരണവാറന്റെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അനന്തപുരി വരാന്തയിൽ വീണ്ടും ചോരയുടെ ഗന്ധം പടരാൻ തുടങ്ങുകയാണ്. അങ്ങനെ പത്തരമാറ്റിൽ ഇനി ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.